ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് ഒമാനിലേക്ക്. അപ്പോൾ ഒമാനിലേക്ക് പോകുന്ന യാത്രയും അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോ വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സുഹൃത്ത് വിനേഷ്. അവനാണ് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കാഞ്ഞങ്ങാട് രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ പേര് ചായ ബജ്ജി. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ കുടിക്കേണ്ട പരിപാടിയായിട്ടാണ് രാവിലെ ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല, അപ്പോൾ ചെറുതായിട്ടൊരു വടയും ചായയും കഴിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ, പരശുറാം എക്സ്പ്രസ്. ഇതിന് കയറി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എറണാകുളത്ത് എത്താൻ പറ്റും. അപ്പോൾ എറണാകുളത്ത് നിന്ന് തൊട്ടടുത്ത ദിവസമാണ് എനിക്ക് ഒമാനിലേക്കുള്ള ഫ്ലൈറ്റ്. അവിടെ നിന്നാണ് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനുള്ളത് നോർത്ത് മെട്രോ സ്റ്റേഷൻ. വീഡിയോ ഇവിടെ നിന്ന് നേരെ ഇടപ്പള്ളിക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്ത്. അവിടെ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെയാണ് സ്റ്റേ. ഈ യാത്രയിൽ എൻ്റെ അഞ്ചോസും കുഞ്ഞോസും എൻ്റെ കൂടെ ഇല്ല. ഇത് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ് ഒമാനിലേക്ക്, സൊഹാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഞാൻ എറണാകുളം എയർപോർട്ട് ചൂസ് ചെയ്തത് ഒന്നാമത് ഒമാൻ ടിക്കറ്റ് ഫെയർ കുറവും, പിന്നെ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഉച്ചയാകുമ്പോൾ നേരെ നോർത്തിൽ ഇറങ്ങിയാൽ നോർത്ത് മെട്രോ സ്റ്റേഷനിൽ നേരെ നമുക്ക് ആലുവ വേണമെങ്കിൽ പോകാം. ആലുവയിൽ നിന്ന് 10 മിനിറ്റ് 5 മിനിറ്റ് ഗ്യാപ്പിൽ ഒരു ഫീഡർ ബസ്സും കിട്ടും. അപ്പോൾ നല്ലൊരു സുഖമാണ് യാത്ര. അപ്പോൾ ഞാൻ തലേ ദിവസത്തെ വീഡിയോ ഒന്നും എടുത്തില്ല റൂമിൽ, പക്ഷെ അവിടെ കിടന്നുറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തായിരുന്നു. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുക, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇപ്പോൾ തൊട്ടടുത്ത് എൻ്റെ കൂടെ കണ്ടതാണ് എൻ്റെ സുഹൃത്ത് ആശാൻ, ജിയോവൻ കാൻഡോ. ഇന്ന് നമ്മൾ യാത്രയ്ക്ക് വേണ്ടി ചൂസ് ചെയ്ത ഫ്ലൈറ്റ് ഇൻഡിഗോ എക്സ്പ്രസ് ആണ്. അത് ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ആ ഫ്ലൈറ്റ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇൻഡിഗോയുടെ ചെക്ക് ഇൻ കൗണ്ടർ തേടിയുള്ള യാത്രയാണ്. ഇങ്ങനെ ലോഞ്ച് ആക്സസ് തേടിയുള്ള യാത്രയിൽ ഫൈനലി ടെർമിനൽ 3യിലുള്ള എർത്ത് ലോഞ്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ നമ്മുടെ കാർഡ് വെച്ച് ഫുഡൊക്കെ ഫ്രീ ആയി കഴിക്കാൻ പറ്റും. അങ്ങനെ അതൊന്ന് യൂസ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. അങ്ങനെ ഫൈനലി നമ്മളെ ഗേറ്റ് ഓപ്പണായി. ഫ്ലൈറ്റിലേക്കുള്ള എൻട്രിയാണിത്. നമ്മുടെ ഫ്ലൈറ്റ് കൃത്യ ടൈമിൽ തന്നെ ഗേറ്റ് ഓപ്പൺ ആയിരുന്നു. വലിയ ഡിലേ ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ക്യൂവിൽ നിൽക്കുക. സൈഡ് സീറ്റ് കിട്ടിയില്ല ഗൈസ്. ഞാനൊരു മിഡിൽ സീറ്റിലേക്ക് ഇരുന്നു. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഡോക്ടറാണ്. പുള്ളി സൊഹാർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും. പുള്ളിയുടെ അടുത്ത് ഞാൻ സൈഡ് സീറ്റ് ചോദിച്ചായിരുന്നു, പക്ഷെ ഞാൻ വ്ലോഗ് ചെയ്യുന്ന കാര്യം മൂപ്പർക്കാരില്ലായിരുന്നു ആദ്യം. പിന്നീട് എൻ്റെ അടുത്ത് മൂപ്പർ പറഞ്ഞു ഞാനിങ്ങനെ ചൂസ് ചെയ്ത് എടുത്തതാണ് വിൻഡോ സൈഡ്, പക്ഷേ നമുക്ക് ആരും ഉപദ്രവിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിലും ഇവിടെ ഇരിക്കാം, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ. ഇതാണ് ഗൈസ് ഇൻഡിഗോ എക്സ്പ്രസിൻ്റെ ടോയ്ലറ്റ്. നല്ല നീറ്റുണ്ട് ടോയ്ലറ്റ്. അങ്ങനെ ഒരു നീണ്ട 3.5 മണിക്കൂർ യാത്രയിൽ നമ്മുടെ മസ്കറ്റ് ടൗണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. അങ്ങനെ മെല്ലെ ലാൻഡ് ആകുമ്പോൾ നമ്മൾ മെല്ലെ ഫെദർ ബട്ടർ ലാൻഡിങ്, എന്താ പറയുക, അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ലാൻഡിങ് ആണ്.
ചെറിയൊരു അബദ്ധം പറ്റി ഗൈസ്. നമ്മുടെ ചെക്കിൻ ചെയ്ത ബാഗേജ് അന്വേഷിച്ചിട്ട് ചെന്നത് ബംഗ്ലാദേശിൽ നിന്ന് ധാക്കയിൽ നിന്ന് വന്ന ഫ്ലൈറ്റിൻ്റെ കൺവെയർ ബെൽറ്റിലാണ്. ഫൈനലി ബാഗേജൊക്കെ എടുത്ത് പുറത്തിറങ്ങി വൈഫൈ കണക്ട് ചെയ്ത് ചിക്കോട്ടനെ വിളിച്ചു. ചിക്കോട്ടനാണ് എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്. ഇനി വരുന്ന ദിവസം ചിക്കോട്ടൻ്റെ കൂടെ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, അവരുടെ വില്ലയിൽ. ഗൈസ് ഞാൻ പെട്ടിരിക്കുകയാണ് ഇവിടെ വൻ ചൂട്. ഒരു ലിംക ബുക്ക് റെക്കോർഡ് വിന്നറാണ് നമ്മുടെ മുന്നിൽ നിന്ന് ചായ കുടിക്കുന്നത്, ഷിജി വെങ്ങാട്ട്. ഞങ്ങളുടെ ഒരു സുഹൃത്താണ്. സ്കിപ്പിങ്ങിലാണ് പുള്ളിക്ക് അത് കിട്ടിയത്. ബ്രോ നാട്ടില് എത്ര പൈസയായി ഇവിടെ പെട്രോളിന്? 200 പൈസ അല്ലേ? നാട്ടിലേക്ക് ഏകദേശം എത്ര പൈസ? 40-45 രൂപ. ഇപ്പം എൻ്റെ കൂടെയുള്ളത് സജിത്തേട്ടൻ, ചിക്കോട്ടൻ്റെ സഹോദരൻ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ജസ്റ്റ് ഒരു റൈഡിന് ഇറങ്ങിയത് പുറത്ത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന വില്ല, ഇതിനകത്താണ്. ഇവിടെയൊക്കെ ഇങ്ങനെ കാലിയായ സ്ഥലവും ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് മൊത്തം. ചൂട് എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ചൂട്. ഞാൻ ഇത്ര ചൂട് പ്രതീക്ഷിച്ചില്ല. എയർപോർട്ടിൽ പുറത്തിറങ്ങിയപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി, ഇവിടെ ഇങ്ങനെയാണ്. ഇന്ന് രാവിലെ നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ്. ഇതിപ്പോൾ ഒരു ദിവസം മുമ്പ് ഉള്ള വീഡിയോ ആണ് നേരത്തെ കണ്ടത്. അപ്പോൾ പിറ്റേ ദിവസമാണ് ഇത്. നമ്മൾ സൊഹാറിലുള്ള ഒരു ജിമ്മിലേക്കുള്ളൊരു യാത്രയാണ്. കാര്യം ഇവർ വർക്കും ഇതൊക്കെ ആണെങ്കിലും അവരവർ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സൊഹാറിലൊരു ജിമ്മും അതിൻ്റെ ചുറ്റുവശമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് നമ്മൾ. ജിമ്മിലിരുന്നപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത്. നല്ല ഈത്തപ്പഴം ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നു പുറത്ത്. പക്ഷെ പറിക്കാൻ പറ്റുമെന്ന് ചോദിച്ചില്ല. ഞാൻ എന്തായാലും പറിച്ച് 2-3 പറിച്ച് കഴിച്ച് ഒരു 10 കയ്യിൽ വെച്ച്. നല്ല ഫ്രഷ് സാധനം, നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല സ്മൂത്ത്, നല്ല സോഫ്റ്റ് സാധനമായിരുന്നു. പേടിയൊന്നുമില്ല അല്ലേ? ഇത് കണ്ട സൈത്തേട്ടൻ്റെ വീട്ടിലൊരു തത്തക്കുട്ടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് ഉള്ള യാത്ര. അതിനിടയിൽ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് കയറി ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. ഗൈസ്, നല്ല ഫ്രഷ് ഫാം ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉൾപ്രദേശത്തേക്ക് നമ്മളിങ്ങനെ വണ്ടി എടുത്ത് പോവാം. ഇവിടെ ഇങ്ങനെ ഒരു അറബിയുടെ ഫാമുണ്ട്. അതിനകത്ത് ഫ്രഷ് ചിക്കൻ ബാക്കി ഐറ്റംസൊക്കെ കിട്ടും. അപ്പം നമ്മളതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഒമാനിൽ ഇതൊരു ഫാമിനകത്ത് കോഴി. ബ്രോയിലർ, എന്തോ വെറൈറ്റി ഓഫ് കോഴി. ഇതിനൊക്കെ എന്തോ പ്ലാന്റേഷനൊക്കെ ഉണ്ട്. നാടൻ കോഴിയാ. നല്ല സ്മെല്ല്. ഈ കാണുന്നത് ഒമാനിൽ സൊഹാറുള്ള റെസിഡൻഷ്യൽ ഏരിയാസാണ്. ഇവിടെയൊക്കെ അറബികളാണ് താമസിക്കുന്നത്, ഒമാനികൾ. ഇത് തൊട്ട് മുമ്പിൽ കാണുന്ന ഒരു അടിപൊളി പള്ളി.
ഇതാണ് നമ്മുടെ കിച്ചൺ. അവിടെയുള്ള ഒരു സിമ്പിൾ കിച്ചൺ. ഗ്യാസ് ഉണ്ട്. കുറച്ച് പച്ചക്കറി മേടിക്കാൻ ഇറങ്ങിയാണ് ഗൈസ്. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പലതരം പച്ചക്കറികൾ ഇവിടെ കിട്ടും, വെറൈറ്റി. അങ്ങനെ പച്ചക്കറി വാങ്ങി നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടി ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, മലയാളി നടത്തുന്നത്. നല്ല കോഫി അവിടുത്തെ. ആ കോഫി കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഫുഡിൻ്റെ കാര്യത്തിൽ ഒമാൻ, അറബ് രാജ്യങ്ങൾ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. ഈ കോഫി തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു, അടിപൊളി കോഫി. അപ്പോൾ നമ്മൾ ചിക്കോട്ടനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇത് ചിക്കോട്ടൻ്റെ ഇവിടെ ഉള്ളൊരു സർവീസ് സെൻ്ററാണ്. ഈ ട്രക്ക്, ലോറി ഇങ്ങനെയൊക്കെ സർവീസ് ചെയ്യും. കാറും ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ട്രക്ക്, ലോറി. പിന്നെ ഇതുപോലുള്ള ലോഡർ, JCB-കൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു 4-5 സ്റ്റാഫുണ്ട് ഇവിടെ വാഷിങ്ങിന് വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഓഫീസ് റൂം. ഇതാണ് നമ്മുടെ അർബാബിരിക്കുന്നത്. സർവീസ് സെൻ്ററിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി നമ്മൾ ഒരു അത്ഭുതകരമായ ഒരു സ്ഥലത്ത് നിർത്തി. ഇത് വാദി പറഞ്ഞ സംഭവം ബാധിച്ചൊരു ഏരിയയാണ്. ഇതിൽ കൂടി ഇങ്ങനെ വെള്ളവും കച്ചറയും ഒക്കെ ഒഴുകിപ്പോയ സ്ഥലമാണ്. ഈ റോഡൊക്കെ നശിച്ചുപോയി. അതിൻ്റെ ഈ ഭാഗമാണ് ഇവിടെ കാണുന്നത്. കുറേയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ സൈഡൊക്കെ കണ്ടത് എനിക്ക് മനസ്സിലാവും, കുറേ കച്ചറകളും ഇതൊക്കെ ഉണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സമയമായിരുന്നു പോലും അത്. ഈ വാദി എന്ന് പറഞ്ഞാൽ അറബിയിൽ തോട് അങ്ങനെ എന്തോ ആണ് അർത്ഥം. തോട്, വെള്ളത്തിൻ്റെ ഒഴുക്ക് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആ ഒരു സ്ഥലമാണിത്. പിന്നെ നമ്മളിത് ഇപ്പോൾ കാണുന്ന അതൊരു ശ്മശാനമാണ്, ഒരു പൊതു ശ്മശാനം. കൊറോണ കാലത്ത് കുറേ ജീവനുകൾ അവിടെ മനുഷ്യന്മാർ അടക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒമാനിൽ ദുബായ് പോലുള്ള റോഡുകളും ഫ്ലൈ ഓവേഴ്സും ഒക്കെ ഉണ്ടെങ്കിലും ദുബായിയുടെ അത്ര ഡെവലപ്ഡ് അല്ല ഒമാൻ. അത്ര വലിയ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ മസ്കറ്റിലായാലും സൊഹാറിലായാലും, സൊഹാർ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ലൊരു പച്ചപ്പാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും നല്ല ഗ്രീനറി കാണാൻ പറ്റും. നമ്മൾ ദുബായ് പോലെ കുറേ ബിൽഡിങ്ങുകളും അങ്ങനെയുള്ളൊരു സംഭവമല്ല ഒമാൻ. ദുബായ് പ്രതീക്ഷിച്ച് ഒമാനിൽ വന്നാൽ നമുക്ക് ആ ഒരു വൈബ് പിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സൊഹാർ ബീച്ചാണ്. ഈ വാദി വന്ന് അടിഞ്ഞ സ്ഥലമാണ് ഈ സൊഹാർ ബീച്ചിൽ. ഈ വലത്ത് ഭാഗത്ത് കാണുന്നത് ഈ വണ്ടി വെച്ച ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കുന്നു കൂനാണില്ല, കച്ചറകൾ അടിഞ്ഞതാണ്. അതിപ്പോഴും വൃത്തിയാക്കി പോകുന്നുണ്ട്. ഈ കാണുന്നത് ആ നമ്മുടെ സൊഹാർ ബീച്ചിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു പാർക്കാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, നല്ലൊരു പാർക്കാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറാമെന്നില്ല, ഒരുപാട് വൈകിയോണ്ട് നമ്മൾ അങ്ങനെ തിരിച്ച് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. സൊഹാറിലൊരു പഴയ മാർക്കറ്റാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഇത് കൂടാണ്ട് ഒരു പുതിയ മാർക്കറ്റ് കൂടിയുണ്ട്. നല്ലൊരു ബോട്ടിൻ്റെ ഷേപ്പിൽ പണിതീർത്തൊരു മാർക്കറ്റുണ്ട്, ഒരു പുതിയ മാർക്കറ്റ്. പബ്ലിക്കിന് ഫ്രീ അല്ലല്ലോ.
കൂടുന്നതിനനുസരിച്ച് കൊണ്ടുവരുന്ന പ്ലാറ്റ്ഫോമാണ്. സപ്പോർട്ട് അപ്പോൾ നമ്മൾ കാര്യമായിട്ട് മാർക്കറ്റ് കാണാനാണ് വന്നത്. പക്ഷേ ഫിഷ് മാർക്കറ്റ് അടച്ചു കഴിഞ്ഞു, അതിന് ക്ലോസിങ് ടൈം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ചായ ബാജി. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.